റോമാലേഖനം 8-ാം അധ്യായം 31 മുതൽ 39 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. റോമൻസ് ചാപ്റ്റർ 8 വേഴ്സസ് 31 to 39. ഇത് സംബന്ധിച്ച് നാം എന്തു പറയണ്ടു? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലമാർ. സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലവും നമുക്ക് നൽകാതിരിക്കുമോ? ദൈവം തിരഞ്ഞെടുത്തവരെ ആർ കുറ്റം ചുമത്തും? നീതീകരിക്കുന്നവൻ ദൈവം. ശിക്ഷ വിധിക്കുന്നവൻ ആർ? ക്രിസ്തുയേശു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ തന്നെ. അവൻ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുകയും നമുക്ക് വേണ്ടി പക്ഷവാദം കഴിക്കുകയും ചെയ്യുന്നു. വായിച്ചോളൂ. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്നതാർ? കഷ്ടതയോ സങ്കടമോ ഉപദ്രവമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ? നിന്റെ നിമിത്തം ഞങ്ങളെ ഇടവിടാതെ കൊല്ലുന്നു. അറുക്കുവാനുള്ള ആടുകളെപ്പോലെ ഞങ്ങളെ എണ്ണുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണജയം പ്രാപിക്കുന്നു. മരണത്തിനോ ജീവനോ, ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ, ഉയരത്തിനോ ആഴത്തിനോ മറ്റു യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുവാൻ കഴിയുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോസ്തലനായ പൗലോസ് ഈ അധ്യായത്തിലെ അവസാനത്തെ ഈ വാക്യങ്ങൾ 31-ാമത്തെ വാക്യത്തിൽ ആരംഭിക്കുന്നത് നമുക്കറിയാം. ഇത് സംബന്ധിച്ച് നാം എന്തു പറയേണ്ടു? അത് ഒരു കൺക്ലൂഡിങ് ഫോർമുല പോലെ പോൾ അവിടെ ഉപയോഗിക്കുകയാണ്. അത് ഈ ലേഖനത്തിൽ തന്നെ ഇതിനു മുൻപ് ഉപയോഗിച്ചിരിക്കുന്നത് നമ്മൾ വായിക്കുന്നുണ്ട്. 6-ാം അധ്യായം 1-ാം വാക്യത്തിൽ ആകയാൽ നാം എന്തു പറയേണ്ടു. അതിൻ്റെ 15-ാമത്തെ വാക്യത്തിൽ എന്നാൽ എന്ത്? ന്യായപ്രമാണത്തിനല്ല കൃപയ്ക്കത്രേ അധീനരാകിയാൽ നാം പാപം ചെയ്യുക എന്നോ? 7-ലേക്ക് വരുമ്പോൾ ആകയാൽ നാം എന്തു പറയേണ്ടു. So when Paul asks this question, what then shall we say in response to this? That is in the light of what he has just written in the previous verses. In verse 28, we have seen the conviction of Paul that in everything God works together for the good of his people. ആകയാൽ നാം എന്തു പറയേണ്ടു, അല്ലെങ്കിൽ ഇത് സംബന്ധിച്ച് നാം എന്തു പറയേണ്ടു എന്ന് പറയുമ്പോൾ മുകളിൽ പറഞ്ഞതാകുന്ന കാര്യങ്ങളുടെ വെളിച്ചത്തിലാണ് പൗലോസ് ഇവിടെ പറയുന്നത്. 2 കാര്യങ്ങൾ പ്രധാനമായിട്ട് നമ്മൾ കണ്ടു. ഒന്ന്, വേഴ്സ് 28, ഗോഡ്സ് പ്രൊവിഡൻസ്. ദൈവത്തിൻ്റെ ആ പ്രൊവിഡൻസ് എല്ലാ കാര്യങ്ങളിലും, ദൈവത്തിൻ്റെ ആ ദൈവാധീനത. ഗോഡ് ഈസ് ഇൻ എവ്രിതിങ് ദാറ്റ് ഹാപ്പൻസ് ടു അസ്. ഗോഡ് ഈസ് അറ്റ് വർക്ക് ആൻഡ് ഹി ഈസ് വർക്കിംഗ് ടുവേർഡ്സ് എ ഗോൾ. കർത്താവ് ഒരു ലക്ഷ്യത്തിലേക്ക്, ദൈവം ഒരു ലക്ഷ്യത്തിലേക്ക് അതിനെ പ്രവർത്തിപ്പിക്കുന്നു. രണ്ടാമതായിട്ട് 29 മുതൽ 30 വരെയുള്ളതാകുന്ന വാക്യങ്ങളിൽ പോള് പ്രധാനമായിട്ട് 5 വളരെ ഉറപ്പായ കാര്യങ്ങളെക്കുറിച്ച് താൻ പറയുന്നു. അത് നമ്മൾ വായിക്കുന്നു. 1, ദൈവത്തിൻ്റെ മുന്നറിവ്. 2, മുൻനിയമനം. യേശു കർത്താവിൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു. 3-ാമതായിട്ട് മുൻ നിയമിച്ചവരെ, 4-ാമതായിട്ട് മുൻ നിയമിച്ചവരെ വിളിച്ചവരെ നീതീകരിച്ചവരെ തേജസ്കരിച്ചുമിരിക്കുന്നു. സോ ഇതിൻ്റെ വെളിച്ചത്തിലാണ് പോൾ പറയുന്നത്, ഇനി നാം എന്താണ് പറയേണ്ടത്? വാട്ട് ക്യാൻ വി ആഡ് ടു ദിസ്? അപ്പോൾ ആ ഒരു ചോദ്യം ചോദിച്ചിട്ട് പോൾ ആസ്ക്ഡ് ദാറ്റ് ക്വസ്റ്റ്യൻസ്
then it is as though he is looking around for answers. ആ ചോദ്യം ചോദിച്ചിട്ട് അതിനൊരു ഉത്തരത്തിനു വേണ്ടി ചുറ്റുപാടും നോക്കുന്നു. അതുപോലെയാണ് നമുക്കത് വായിക്കുമ്പോൾ തോന്നുന്നത്. എന്നിട്ട് അതിന് ഒരു മറുപടി എന്ന വണ്ണം 5 ചോദ്യങ്ങൾ തുടർന്ന് ചോദിക്കുകയാണ്. സോ ഈ വേദഭാഗം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ പോളിൻ്റെ ആ വലിയ കൺവിക്ഷൻ, അതായത് nothing and nobody can harm the people of God whom he had foreknown, predestined, called, justified and glorified. So that is the conviction. ദൈവം മുന്നറിഞ്ഞ, മുൻ നിയമിച്ച, വിളിച്ച, നീതീകരിച്ച, തേജസ്കരിച്ച തൻ്റെ മക്കളെ ഒന്നിനും അപായപ്പെടുത്തുവാൻ കഴിയുന്നതല്ല. അപ്പോൾ ആ കാര്യമാണ്. സോ in the following passage, Paul asks almost 5 further questions, and that questions itself is his firm convictions. ആ ചോദിക്കുന്ന ചോദ്യങ്ങൾ തന്നെ, because we don't see that he asks a question and then answers it. No. He simply asks, he simply throws the question, and the question itself is so pregnant with meaning that Paul is so convinced about God's eternal plan and purpose. ദൈവത്തിൻ്റെ അനിത്യമാകുന്ന ഉദ്ദേശത്തെക്കുറിച്ച് പൗലോസ് വളരെ തനിക്ക് ഭയങ്കര കൺവിക്ഷനാണ്. അതുകൊണ്ട് തന്നെ ഫർദർ ചോദ്യങ്ങളിൽ ആ ഒരു ബോധ്യത്തെയാണ് പൗലോസ് പറയുന്നത്. ആ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ആ ബോധ്യം തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. ഒന്നാമതായിട്ട് question number 1. If God is for us, who is against us, or who can be against us? I think who can be against us? Who is against us എന്ന് ചോദിച്ചാൽ there is nobody and nothing is against us. That we can ആ നിലയിൽ അതിനെ ചിന്തിക്കാനായിട്ട് കഴിയും. എന്നാൽ ഇവിടെ പോൾ ചോദിക്കുന്ന ആ ആദ്യത്തെ ചോദ്യം, ദൈവം നമുക്ക് അനുകൂലം എങ്കിൽ നമുക്ക് പ്രതികൂലം ആർ. ഇത് എല്ലാ വേദഭാഗത്തെ പോലെയും നമ്മൾ ആ ഒരു കോണ്ടെക്സ്റ്റിൽ നിന്ന് അടർത്തിയെടുത്ത് പറയാനല്ല ഈ വേദഭാഗം. ഞാൻ പറഞ്ഞല്ലോ, മുകളിൽ പറഞ്ഞത് ചേർത്താണ് പൗലോസ് പറയുന്നത്. ഇത് സംബന്ധിച്ച് എന്ന് പറഞ്ഞാൽ ഇത്രയും ഞാൻ പറഞ്ഞ കാര്യങ്ങളുടെ അല്ലെങ്കിൽ എൻ്റെ ബോധ്യങ്ങളുടെ വെളിച്ചത്തിൽ ഇനി എന്താ ഞാൻ പറയേണ്ടത്, ഇനി എന്താണ് ഇതിന് ഫർദർ ആഡ് ചെയ്യേണ്ടത്. എന്നിട്ട് ഒന്നാമത്തെ ചോദ്യം, ഹു ക്യാൻ ബി against us? ഈ ചോദ്യം ചോദിക്കുമ്പോൾ നമുക്കറിയാം, there are many things
that are against us. അല്ലേ? നമുക്ക് പ്രതികൂലമായിട്ട് ഒത്തിരി കാര്യങ്ങളുണ്ട്. ഉദാഹരണത്തിന്, the most important thing, as we have seen in chapter 7, although when we come to chapter 8, there is indwelling Holy Spirit in us. 8-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ദൈവമക്കളിൽ വസിക്കുന്നു. എന്നാൽ അതേസമയം തന്നെ 7-ാമത്തെ അധ്യായത്തിൽ പൗലോസ് ഒരു കാര്യം പറഞ്ഞു, എന്നിൽ വസിക്കുന്ന പാപം. സോ the indwelling sin is always against a child of God. നമ്മിൽ വസിക്കുന്ന പാപം നമുക്ക് എതിരാണ്. ഇനിയും the flesh is against us. Flesh, ജഡം നമുക്ക് പ്രതികൂലമാണ്. അത് പോൾ ക്ലിയർ ആക്കിയിട്ടുണ്ട്. ജഡമെന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് നമ്മൾ നേരത്തെ വിശദീകരിച്ചിട്ടുണ്ട്. ജഡമെന്ന് പറഞ്ഞാൽ, ജഡം എന്ന് പറയുന്നത് ഒരു 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 വല്ലാത്തൊരു സാധനമാണ്. ശരിക്കതിനെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ, നമ്മൾ ജഡമെന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ചില കാര്യങ്ങളിൽ അതിനെ അങ്ങ് ഒതുക്കിയേക്കുക അല്ല. സത്യത്തിൽ ആ ജഡത്തിൻ്റെ ആ വികൃതമാകുന്ന മുഖം കാണണമെങ്കിൽ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നമ്മളെ ഒരാൾ ചീത്ത പറഞ്ഞാൽ, അല്ല ചീത്ത പറഞ്ഞില്ലേ പോലും, നമ്മളോടൊരാൾ വിരോധിച്ചാൽ നമ്മുടെ ഉള്ളിലെ താല്പര്യം തിരിച്ച് നല്ല മറുപടി കൊടുക്കണമെന്നാണ്. അതാ ഒന്നാമത്തെ നമ്മുടെ ആ കാര്യം. എന്നാൽ ഇനി മറുപടി കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഏതാണ്ടൊരു വലിയ പ്രശ്നമാണ് നമുക്ക്, അല്ലേ? പിന്നെ അതുപോലെ മറുപടി കൊടുക്കാൻ പറ്റിയാൽ ഭയങ്കര ആശ്വാസമാണ്. അതുകൊണ്ടല്ലേ എന്നോട് പറഞ്ഞാൽ ഞാൻ നല്ലത് പറയും, അല്ലേ? നമ്മൾ പറയാറില്ലേ? അല്ലേ? ഇന്നയാളോട് അവൻ്റെ അടുത്ത് ഒന്നും നടക്കത്തില്ല, അവൻ നല്ല മറുപടി കൊടുക്കും. അതിൻ്റെ പേരാണ് ജഡം. മനസ്സിലായോ? നമുക്ക് അങ്ങനെ കൊടുക്കാൻ കഴിയുമ്പോൾ, അത് ചെയ്ത് കഴിയുമ്പം ഉണ്ടാകുന്ന ആ ഒരു ആശ്വാസം ഉണ്ടല്ലോ, ആ ആശ്വാസം ഉണ്ടാകുന്ന ആ ഘടകത്തിൻ്റെ പേരാണ് ജഡം. മനസ്സിലായോ? ജഡത്തിൻ്റെ പ്രവൃത്തികൾ ഈ വക എന്ന് വെളിവാകുന്നു. അപ്പം ജഡത്തിൻ്റെ പ്രവൃത്തികൾ എന്ന് പറഞ്ഞാൽ, ഓക്കെ, നമ്മൾ പറയും കള്ള് കുടിക്കുന്നത്, ഓക്കെ, ജഡത്തിൻ്റെ പ്രവൃത്തിയാ, സംശയമില്ല. പക്ഷെ കള്ള് കുടിക്കുമ്പം നമ്മൾ ഇതിനെ എന്ത് ചെയ്യുക? നശിപ്പിക്കുക. കള്ള് കുടിക്കുന്നവരുടെ കാര്യമാണ് പറഞ്ഞേ. അങ്ങനെ നശിപ്പിക്കുമ്പോഴും അവിടെ എന്തോ ഉണ്ടാകുന്നുണ്ട്, ഏതാണ്ടൊരു സന്തോഷം ഉണ്ടാകും. ആ സന്തോഷമുണ്ടാകുന്ന നമ്മിലെ ഘടകമാണ് ജഡം. ഇത് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടെങ്കിലും വീണ്ടും പറയുന്നത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. മനസ്സിലായോ? നമുക്ക് ഇപ്പം പ്രതികാരേച്ഛ, ഒരു പ്രതികാരം, അല്ലെങ്കിൽ നമ്മളെ അന്യായമായിട്ടൊരാൾ വഴക്ക് പറഞ്ഞെന്നിരിക്കട്ടെ, അന്യായമായിട്ട്, ന്യായമായിട്ടല്ല, അന്യായമായിട്ട് വഴക്ക് പറഞ്ഞാൽ ഇതങ്ങ്, മറ്റേത് നോർമൽ കേസിൽ 100 ആണെങ്കിൽ ഈ അന്യായമായിട്ട് പറഞ്ഞാൽ അതൊരു 500% പോകും. കാരണം അന്യായമായിട്ട് പറഞ്ഞാൽ ഒട്ടും സഹിക്കാൻ പറ്റുകയില്ല. ഞാൻ മനസ്സിലായി. ആ സഹിക്കാൻ പറ്റാത്ത നമ്മിലെ ഘടകമുണ്ടല്ലോ, അതിൻ്റെ പേരാ ജഡം. ഇതിൽ കൂടുതൽ ഞാൻ വ്യക്തമാക്കണ്ടല്ലോ. ആ ഒരു ഘടകം
അതിൻ്റെ പേരാണ് ജഡം. അത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പിലും എല്ലായിടത്തും ആ ഒരു ഘടകം. മനസ്സിലായല്ലോ? അപ്പോൾ അത് നമുക്ക് എപ്പോഴും പ്രതികൂലമാണ്, എപ്പോഴും പ്രതികൂലമാണ് ഇല്ലേ? പിന്നെ ഇതിനെയെല്ലാം നല്ലതായിട്ട് ഉപയോഗിക്കുന്ന ഒരാളുണ്ട്. അതാരാളെന്നറിയാമോ? പിശാച്. കാരണം പിശാച്, അതുകൊണ്ടാണ് വചനത്തിൽ പറയുന്നത് പിശാചിന് ഇടം കൊടുക്കരുതെന്ന്. അപ്പം നമ്മൾ കൊടുത്തെങ്കിലാണ് ഇത് അവൻ എടുത്തെന്ത് ചെയ്യും? എന്നിട്ട് നമ്മളോട് പറയാം, കൊള്ളാം മോനെ, നല്ല പറഞ്ഞു, കൊള്ളാം. ആ പറയുന്ന ഘടകം ഏതാണെന്നറിയാം? പരിശുദ്ധാത്മാവാണെന്നോ നിങ്ങൾ ചിന്തിക്കുന്നേ? ആന്നോ? അങ്ങനെ ചിന്തയുണ്ടോ? അല്ല, ബോഷ്കിൻ്റെ അപ്പനാ പറയുന്നേ. അവൻ നമുക്ക് അന്നേരം ഒരു ആനന്ദം തരികയും ചെയ്യും. ദൈവരാജ്യം എന്നുള്ളത് നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവുമാണെങ്കിൽ അതിന് നേരെ ഓപ്പോസിറ്റാണ് അത്. ഓക്കെ, അപ്പം പാപം, ജഡം, ലോകം നമുക്കെന്താ? പ്രതികൂല. പക്ഷെങ്കിൽ ഞാൻ ഈ കാര്യം വളരെ പെട്ടെന്ന് മനസ്സിലാക്കണം. ചിലപ്പോൾ ജീവിതത്തിലെ പല കാര്യങ്ങളും നമുക്ക് പ്രതികൂല, പല കാര്യങ്ങളും നമുക്ക് പ്രതികൂല. അതുകൊണ്ടാണ് ഈ സാം നമ്പർ 124:2 അവിടെ ഒന്ന് വായിച്ചു. സാം 124:2. ഇന്ന് ഒന്ന് മൈക്കൊന്ന് കൊടുക്കാം. ഓക്കെ, വായിച്ചോളൂ. മനുഷ്യർ നമ്മോട് എതിർത്തപ്പോൾ യഹോവ നമ്മുടെ പക്ഷത്തില്ലായിരുന്നുവെങ്കിൽ അവരുടെ കോപം നമ്മുടെ നേരെ ജ്വലിച്ചപ്പോൾ നമുക്കറിയാം അവർ നമ്മെ ജീവനോടെ വിഴുങ്ങിക്കളയുമായിരുന്നു. അപ്പോൾ മനുഷ്യർ നമ്മളോട് എതിർത്തപ്പോൾ ആര് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു? ആരുണ്ടായിരുന്നു? ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യത്തിലേക്കാണ് നമ്മൾ വരുന്നത്. എല്ലാവരും ശ്രദ്ധിച്ചു കേട്ടോണേ. അപ്പോൾ ചോദിക്കുന്നത്, ഇഫ് ഗോഡ് ഈസ് ഫോർ അസ് ഹൂ ക്യാൻ ബി എഗൻസ്റ്റ് അസ്? ഇത് ഏത് കോണ്ടെക്സ്റ്റിലാന്ന് നമ്മൾ മറക്കരുത്. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തോടുള്ള ബന്ധത്തിലാണ്, നമ്മുടെ ഈ ഭൂമിയിലെ യാത്രയോടുള്ള ബന്ധത്തിലാണ് ഇത് പറയുന്നത്. നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ നമുക്ക് പ്രതികൂലമായിട്ട് ഒത്തിരി കാര്യങ്ങളുണ്ട്. ഈ ഓൾഡ് ടെസ്റ്റ്മെൻറ്റിൽ ബുക്ക് ഓഫ് നമ്പേഴ്സ് ചാപ്റ്റർ 13 13-ാമത്തെ അധ്യായത്തിൽ നമുക്കറിയാം. 13-ാം അധ്യായം ബുക്ക് ഓഫ് നമ്പേഴ്സ്, ചാപ്റ്റർ 13 ഓഫ് ബുക്ക് ഓഫ് നമ്പേഴ്സ്, വി റീഡ് അബൌട്ട് മോശ 12 പേരെ അയക്കുന്നുണ്ട് കനാൻ ദേശം ഒറ്റുനോക്കാനായിട്ടല്ലേ. ഒറ്റുനോക്കാനായിട്ട് അയക്കുമ്പോൾ അവിടെ ഈ 10 പേര് മടങ്ങി വന്നേച്ച് പറയുന്നത് എന്നാണെന്നറിയാം? അയ്യോ, അത് നമുക്കിതൊന്നും ഒക്കുന്ന കാര്യമല്ല. നമുക്കൊക്കുന്ന കാര്യമല്ലെന്നേ. ഒക്കുന്നതൊക്കെ നമുക്കങ്ങ് ഇതാ ഇന്ന് പലരും പറയുന്നേ, ഞാൻ അത്ര വിശുദ്ധനൊന്നുമല്ല, പിന്നെ ഒക്കുന്ന പോലൊക്കെ എന്നെ കഴിയുന്ന പോലൊക്കെ ഞാനങ്ങ് പോകും. സൗകര്യം ഉണ്ടേ കൂട്ടായ്മയ്ക്കൊക്കെ ഞാൻ വന്നെന്നിരിക്കും. പിന്നെ സൺഡേയിൽ വലിയ കുഴപ്പമൊന്നും വന്നില്ലേ, ഉറങ്ങിപ്പോയില്ലെങ്കിൽ ചിലപ്പം വരും. എന്നെക്കൊണ്ട് ഇതൊക്കെ ഒക്കെ ഉള്ളന്നേ. അവരാരാ? അവിടെ അനാഖ്യമല്ലന്മാരുണ്ട്. ഇതെല്ലാം നമുക്കെന്താ? നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ എല്ലാവരും? ഇതെല്ലാം നമുക്ക് പ്രതികൂലമാണ്. അപ്പോൾ ഈ 10 പേര് വന്നേച്ച് എന്നാ പറഞ്ഞതെന്നറിയാം? 10 പേര് വന്നേച്ച് പറഞ്ഞത്, ഇതൊന്നും നമ്മളെ കൊണ്ട് പറ്റുന്നതല്ല. പക്ഷേ
ആരാ ആദ്യം പറഞ്ഞത് ഇത് പറ്റുമെന്ന്? ആരാ പറഞ്ഞ ആദ്യം? ജോഷുവ അല്ലല്ല, അതിനു മുമ്പേ പറഞ്ഞതുകൊണ്ടാണല്ലോ അങ്ങോട്ട് അയച്ചത്. ദൈവമല്ലേ പറഞ്ഞത്? ദൈവം പറഞ്ഞു, നിങ്ങളവിടെ ചെല്ലും, നിങ്ങളതിനെ പിടിച്ചടക്കും, ഞാനിത് നിങ്ങൾക്ക് തന്നേക്കുക. ദൈവം പറഞ്ഞതാ ഓൾറെഡി. മനസ്സിലാകുന്നുണ്ടോ ഞാനീ പറയുന്നത്? ദൈവം ഓൾറെഡി പറഞ്ഞതാ. പക്ഷേ 10 പേര് എന്ന് വെച്ച് പറയുകയാണ്, അതൊന്നും നടപ്പല്ല. പ്രിയപ്പെട്ടവരെ, എനിക്കിത് നന്നായിട്ടറിയാമെന്നേ. അതുകൊണ്ട് ഈസിയയിലുള്ളവരെല്ലാം അങ്ങ് സ്വർഗത്തിൽ പോകുന്നൊന്നും ഞാൻ കരുതുന്നില്ല. ഇവിടുത്തെ എന്നോട് ക്ഷമിക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല, ക്ഷമിക്കണ്ട. ദാറ്റ് ഈസ് ദ ഫാക്ട്. ദാറ്റ് ഈസ് ദ ഫാക്ട്. അത് ഫാക്റ്റാ. ഓക്കെ. അപ്പം നിങ്ങൾ ചിന്തിക്കും, ആകപ്പാടെ വന്നത് ഞങ്ങളോടാണ് ഇത് പറയുന്നത്. എഗെയിൻ 2 പേരേ ഉള്ളൂ. 2 പേരേ ഉള്ളൂ. അറ്റ്ലീസ്റ്റ് വരാനെങ്കിലും 10 പേരെന്നാ പറയുന്നേ? അതൊന്നും നടപ്പുള്ള കാര്യമല്ല. പക്ഷേ 14-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ യോശുവ പറയുന്നതെന്നറിയാമോ? യഹോവ നമ്മോടുകൂടെ ഉണ്ടെങ്കിൽ, എനിക്കൊന്ന് 14-ന്റെ 5, 6 ആയ വാക്യങ്ങളേതോ എൻ്റെ ഓർമ്മയിൽ നിന്നാണ് ഞാൻ പറയുന്നത്. എടുത്തെങ്കിൽ ഒന്ന് വായിച്ചു. ദേശത്തെ ഉറ്റുനോക്കിയവരിൽ നൂന്റെ മകനായ യോശുവയും യെഫുന്നെയുടെ മകൻ കാലേബും വസ്ത്രം കീറി ഇസ്രായേൽ മക്കളുടെ സർവ്വസഭയോടും പറഞ്ഞത് എന്തെന്നാൽ, ഞങ്ങൾ സഞ്ചരിച്ച് ഉറ്റുനോക്കിയ ദേശം എത്രയും നല്ല ദേശമാകുന്നു. യഹോവ നമ്മിൽ പ്രസാദിക്കുന്നുവെങ്കിൽ, in other words, if God is with us and for us. മനസ്സിലാകുന്നുണ്ടോ? ഓക്കെ. Why we will be victorious if God is for us. ഞാൻ പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കണം, they don't deny the realities. They are not denying as though nothing is there. റിയാലിറ്റി ഇല്ലെന്നല്ല പറയുന്നത്, റിയാലിറ്റിയിലാണ് ഈ കാര്യം പറയുന്നത്. നമ്മൾ ചിന്തിക്കും നമുക്ക് മാത്രമാണ് ഈ പ്രശ്നങ്ങളില്ല. അല്ല, അനാക്യമല്ലന്മാരോ ഈ പറഞ്ഞ ഈ കാര്യങ്ങളോ ഇവരെ ഒന്നും പിടിച്ചടക്കാൻ യോശുവായ്ക്കും പറ്റത്തില്ല, കാലേബിനും പറ്റത്തില്ല, ആർക്കും പറ്റുകയില്ല. പക്ഷേ അവിടെ എന്തുകൊണ്ടവർ ജയിക്കും? ഒരുത്തരമേ ഉള്ളൂ, യഹോവ നമ്മോടുകൂടെ ഉണ്ടെങ്കിൽ. ഇത് നമ്മുടെ പേഴ്സണൽ ലൈഫിലോട്ടൊന്ന് അപ്ലൈ ചെയ്തേ. വൈ കാണ്ട് വി ബി വിക്ടോറിയസ്? എന്തുകൊണ്ട് നമ്മുടെ വ്യക്തിപരമാകുന്ന ജീവിതത്തിൽ നമുക്ക് ജയിക്കാൻ കഴിയുകയില്ല? 10 പേര് പറഞ്ഞത് ശരിയാണ്, തെറ്റൊന്നുമല്ല. എന്താ? അവിടെ അനാക്യമല്ലന്മാരുണ്ട്, അവർ നമ്മളെക്കാളും വലിയവരാ, അവർ നമ്മളെ തിന്നുകളയും ഒക്കെയാ. കാര്യം ശരിയാ, റിയാലിറ്റിയാണ്. ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും റിയാലിറ്റിയാ. ജീവിതത്തിലെ എല്ലാ ഫ്രിക്ഷൻസും റിയാലിറ്റിയാ. അതൊന്നും മാറിയിട്ടുള്ള ക്രിസ്തീയ ജീവിതം അല്ല ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നത്. ഇത് നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം. റിയാലിറ്റിയുടെ നടുവിലാ ഇഫ് ഗോഡ് ഈസ് ഫോർ അസ്, അല്ലേ? അതാണ് ദൈവ പൈതലിൻ്റെ ഏറ്റവും വലിയ ധൈര്യത്തിൻ്റെ അടിസ്ഥാനം. നേരെ മറിച്ച് ഇഫ് ഗോഡ് ഈസ് എഗൻസ്റ്റ് അസ്, അതുപോലെ ടെറിബിളായിട്ടുള്ള ഒരനുഭവമില്ല. ഓക്കെ, നമ്മൾ ഈ വേദഭാഗം പോൾ പറയുമ്പോൾ എന്തുകൊണ്ടാണ് ദൈവം നമുക്ക് അനുകൂലമാണെന്ന് പറയുന്നതിൻ്റെ കാരണം, ഒരു യഥാർത്ഥത്തിൽ വീണ്ടും ജനിച്ച
പച്ച. അത് ഞാൻ അടിവരയിട്ട് പറയുക. എല്ലാവരും വീണ്ടും ജനിച്ചവരൊന്നുമല്ല. പക്ഷെ ആരാ അല്ലാത്തവരെന്ന് നിങ്ങൾ എന്നോട് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. പോളിന് പോലും അറിയത്തില്ലായിരുന്നു. പിന്നല്ലേ. അതുകൊണ്ടാണ് പോള് തിമോത്തിയോസിന് ലേഖനം എഴുതിയപ്പം കർത്താവ് തനിക്കുള്ളവരെ അറിയുന്നെന്ന് പറഞ്ഞ്. തനിക്കുള്ളവരെ കർത്താവിനറിയാം. അൾട്ടിമേറ്റ്ലി അത്രയേ ഉള്ളൂ. പക്ഷേ പിന്നെ അവരവർക്കറിയാം കേട്ടോ. പിന്നെ ഫോൾസ് സെക്യൂരിറ്റി ഉള്ളവരുണ്ട്, അത് വേറൊരു കൂട്ടർ. ഞാൻ ഇതിനകത്താണ് എന്ന് ഇങ്ങനെ അങ്ങ് പോകുന്നത്. പക്ഷേ അവർക്ക് അറിയാൻ വേണ്ട എല്ലാ ടെസ്റ്റുകളും പുസ്തകം തരുന്നുണ്ട്. അപ്പോൾ അത് വെച്ച് നോക്കിക്കോണം. ഞാൻ ശരിക്കും വീണ്ടും ജനിച്ചതാണോ, ഞാൻ ശരിക്കും ദൈവപൈതലാണോ എന്നുള്ളത് നമ്മളെ തന്നെ ശോധന ചെയ്തോണം. ഓക്കെ. അങ്ങനെയാണെങ്കിൽ പോൾ ഇവിടെ പറയുന്ന ഒരു കാര്യം, സി, ഗോഡ് ഈസ് ഫോർ അസ്. വൈ? സിൻസ് ഹി ഹാസ് ഫോർനോൺ മീ, സിൻസ് ഹി ഹാസ് പ്രീഡെസ്റ്റൈൻഡ് മീ, സിൻസ് ഹി ഹാസ് കോൾഡ് മീ, സിൻസ് ഹി ഹാസ് ജസ്റ്റിഫൈഡ് മീ, സിൻസ് ഹി ഹാസ് ഗ്ലോറിഫൈഡ്. ഗ്ലോറിഫൈഡ് എന്ന് പറയുന്നത് ആ ഫോർഗോൺ ആയിട്ട്, അല്ലെ, സംഭവിച്ച് കഴിഞ്ഞ പോലെ പോൾ പറയുന്നത്. അപ്പോൾ നമ്മൾ ചിന്തിക്കും, അതിനിടയ്ക്ക് നീതീകരണം കഴിഞ്ഞിട്ട് നേരെ മഹത്വീകരണത്തിലോട്ട്, അല്ലെ തേജസ്കരണത്തിലോട്ടാണ് പോകുന്നത്. വിശുദ്ധീകരണമില്ലേ? വിശുദ്ധീകരണം ആ വാക്യത്തിലുണ്ട്. അവൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ നിയമിച്ചിരിക്കുന്നു. അതിൻ്റെ പേരാണ് വിശുദ്ധീകരണം. അപ്പം എന്നെ മുൻ നിയമിച്ചോ, എന്നെ മുന്നറിഞ്ഞോ, എന്നെ നീതീകരിച്ചോ എനിക്കെങ്ങനെ മനസ്സിലാക്കാൻ കഴിയും? അനുദിന ജീവിതത്തിൽ എൻ്റെ ലോങ്ങിങ് അതാ, ലോർഡ്, I fall short of the glory of your son. പാപം എന്നിൽ അതാ ആദ്യം ചെയ്തത്. അതായത് എല്ലാവരും പാപം ചെയ്ത ഒരുപോലെ ദൈവതേജസ് ഇല്ലാത്തവരായി തീർന്നു. എന്നാൽ ഇപ്പം എന്നെ രക്ഷിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ എപ്പോഴും നോക്കേണ്ടത് എന്താണെന്നറിയാമോ? ഡു ഐ തിങ്ക് ലൈക്ക് മൈ ലോർഡ്? Am I forgiving like my Lord? Am I always wanting to please the Heavenly Father as my Lord Jesus? കാരണം ഇവിടുത്തെ കാര്യം എന്താ? അവൻ്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ, അപ്പം ഈ അപ്പൻ്റെ, ഈ പിതാവിൻ്റെ ആദ്യജാതൻ എന്നുള്ള ആ പൊസിഷനിലിരിക്കുന്ന കുടുംബത്തിലെ ആദ്യജാതനോട് ഈ അപ്പൻ്റെ മകനാണ് ഞാനെങ്കിൽ ഈ ആദ്യജാതനോട് ഞാൻ എന്ത് ചെയ്യണം? എന്നെ തന്നെ എപ്പോഴും തട്ടിച്ചു നോക്കണം. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ദൈവമക്കളാണോ എന്നുള്ളത് അതാ. അങ്ങനെയുള്ളവരുടെ കാര്യമായി പറയുന്നേ. അങ്ങനെയാണെങ്കിൽ if God is for us, who can be against us? കാരണം ദൈവം നമ്മളെ മുന്നറിഞ്ഞു, മുൻ നിയമിച്ചു, നീതീകരിച്ചു, വിളിച്ചു, നീതീകരിച്ചു, തേജസ്കരിച്ചു. What shall we say in response to this? Okay, question number 2. രണ്ടാമത്തെ ചോദ്യം. He who did not spare his own son, but gave him up for us all, how will he not also, along with him, graciously give all things? നോക്കിക്കേ, അപ്പം ദൈവം എനിക്കനുകൂലമാണ് എന്നുള്ളതിൻ്റെ ഒന്നാമത്തെ തെളിവ് കാൽവറിയാ. ഓക്കെ, കാൽവറി ക്രൂശാണ് ദൈവം എനിക്ക് അനുകൂലമായി തീർന്നതിൻ്റെ ഒന്നാമത്തെ തെളിവ്. ഞാൻ കാൽവറിയിലോട്ട് നോക്കുകയാണ്, ഞാൻ മനസ്സിലാക്കുകയാണ്, സ്വന്തം പുത്രനെ
ആദരിക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ച് തന്നവൻ അവനോട് കൂടെ ആ സകലവും നമുക്ക് നൽകാതിരിക്കുമോ? ഇവിടെ ഈ ഒരു വാക്യം അല്പം ഒന്ന് നിൽക്കണേ. ഇത് വളരെ മിസ്ഇൻ്റർപ്രറ്റ് ചെയ്യുന്ന പല വാക്യങ്ങളിലൊന്നായത്. അതെല്ലാം പിശാചിൻ്റെ ഒരു പണിയാണ്. കാരണം പിശാചിൻ്റെ വലിയൊരു പണി എന്നാണെന്നറിയാമോ? വാക്യങ്ങൾ അതിൻ്റെ കോണ്ടെക്സ്റ്റിൽ നിന്ന് അങ്ങ് എടുക്കും. അത് തന്നെയാണ്. കാരണം കർത്താവിനെ, നിങ്ങൾ എൻ്റെ കൂടെ വരണേ, കോണ്ടെക്സ്റ്റിൽ നിന്ന് പിശാച് എടുക്കുമെന്നുള്ളത് ഞാൻ ഇപ്പം പറഞ്ഞുതരാം. കർത്താവിനെ പരീക്ഷിച്ചപ്പം നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ല് അപ്പമാകാൻ പറഞ്ഞു. എന്ന് പറഞ്ഞാൽ നീ ദൈവപുത്രൻ എങ്കിൽ നിനക്ക് കല്ല് അപ്പമാക്കാൻ കഴിയും എന്നല്ല അവിടുത്തെ അർത്ഥം. ഓക്കെ, നീ ദൈവപുത്രനാണെങ്കിൽ ഈ കല്ല് അപ്പമാക്ക്, അങ്ങനെ നീ തെളിയിക്കും നീ ദൈവപുത്രന്. അതല്ല പിശാച് പറഞ്ഞേ. പിശാച് പറഞ്ഞ എന്നാന്നറിയോ? പിശാച് ഇത്രേ പറഞ്ഞുള്ളൂ, നീ ദൈവപുത്രനെങ്കിൽ, സോ യു ആർ, നീ എന്തിനാ വെറുതെ വിശന്നിരിക്കുന്നേ? മനസ്സിലാകുന്നുണ്ടോ? നിനക്ക് നിന്റെ പവർ ഉപയോഗിച്ചുകൂടെ? അതാണ് അവിടുത്തെ ചോദ്യം. കാരണം പിശാചിന് ഒരു സംശയവും ഇല്ല ആരാ ഇത് ദൈവപുത്രനാണെന്ന് ഒരു സംശയവും ഇല്ല. പിന്നെ ആർക്കാ സംശയം? കർത്താവിന് സംശയമുണ്ടോ? അപ്പൊ നീ ദൈവപുത്രനെങ്കിലെന്ന് ചോദിച്ചതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, നീ ദൈവപുത്രനാണെങ്കിൽ വെറുതെ വിശന്നിരിക്കണ്ട, നിനക്ക് ഈ കല്ല് അപ്പമാക്കിയിട്ട് അത് തിന്നാൻ പറ്റുകയല്ലേ, നീ കഴിക്കുന്നേ. നമ്മളാന്നേ എന്തോ ചിന്തിക്കുക, നല്ല ആശയമല്ലേ, നല്ല ഐഡിയ ആണെന്ന് ഞാൻ പറയും. പക്ഷെ അതിന് ഒരുപാട് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട്. അവിടെ ഈ സത്യത്തിൽ ഇസ്രായേലിൻ്റെ, ഇസ്രായേലിൻ്റെ പുത്രൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇസ്രായേലിൻ്റെ പുത്രൻ, ഇവിടെ ദൈവപുത്രൻ വന്നു. ഇസ്രായേൽ മരുഭൂമിയിൽ എന്താ ചെയ്തതെന്നറിയാമോ? അവർ വിശന്നപ്പം എന്താ ചെയ്തേ? കമോൺ, എന്താ അവർ ചെയ്തേ? അറിയാം, അവർ പെറുപെറുത്തു. അപ്പം കർത്താവ് പെട്ടെന്നുടനെ പറഞ്ഞു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ആ കോണ്ടെക്സ്റ്റിൽ തന്നെയാണത് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനവും കൊണ്ട് ജീവിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മനുഷ്യൻ വായു ഭക്ഷിച്ച് ജീവിക്കുന്നു, അല്ലെങ്കിൽ ഈ വചനം വായിച്ച് ആ വിശപ്പ് മാറുമെന്നല്ല കർത്താവ് പറഞ്ഞതിൻ്റെ അർത്ഥം. പിന്നെന്താ പറഞ്ഞ അർത്ഥം? മനുഷ്യൻ ജീവിക്കേണ്ടത് എങ്ങനെ ജീവിക്കണം, എന്തെപ്പോൾ ഒരു ദൈവപൈതലിൻ്റെ ജീവിതത്തിൽ സംഭവിക്കണം, ഇതെല്ലാം വചനം പറയുന്ന പോലെ ആയിരിക്കണം. അതാ അതിൻ്റെ അർത്ഥം. ഓക്കെ, കാരണം ഇസ്രായേൽ മക്കൾ അവരോട് ഇത് പറഞ്ഞു, നിങ്ങൾ മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, പിന്നെ ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ടുമാണ് ജീവിക്കേണ്ടതെന്ന് നിന്നെ ഗ്രഹിപ്പിക്കേണ്ടതിന് നിന്നെ വിശപ്പിക്കുകയും, പിന്നെ വിശപ്പിച്ചതേ ഉള്ളോ, പിന്നെ അപ്പം കൊടുത്തോ? ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? അപ്പം കൊടുത്തു എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ദൈവമാ ഡിസൈഡ് ചെയ്യുന്നത് എപ്പോഴാണ് അപ്പം കൊടുക്കുന്നതെന്ന്. ആ വചനം അനുസരിച്ചാണ് പുത്രൻ ജീവിക്കുന്നത്. മനസ്സിലായോ? പിശാച് വന്ന് ഈ സജഷൻ പറഞ്ഞപ്പം, നീ അപ്പം ഉണ്ടാക്കാൻ പറഞ്ഞപ്പോൾ, എന്തിനാ നീ വിശന്നിരിക്കുന്നത്, നീ ദൈവപുത്രനല്ലേ, നിന്റെ പ്രിവിലേജ് ഉപയോഗിക്ക് എന്ന് പറഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു, അല്ല, എൻ്റെ പിതാവ് ഡിസൈഡ് ചെയ്യുന്നൊരു സമയമുണ്ട്, അന്നേരമേ ഞാൻ കഴിക്കുന്നുള്ളൂ. മനസ്സിലാകുന്നുണ്ടോ? ഉടനെ പിശാച് അടുത്ത വാക്യം കൊണ്ടുവന്നു. ആദ്യം വാക്യം പറഞ്ഞില്ല, പിന്നെ വാക്യം കൊണ്ടുവന്നു. എന്താ വാക്യം പറഞ്ഞേ?
പിന്നെ പിശാച് അവനെ വിശുദ്ധ നഗരത്തിൽ കൊണ്ടുപോയി ദൈവാലയത്തിന്റെ അഗ്രത്തിൽ നിർത്തി അവനോട്, നീ ദൈവപുത്രനെങ്കിൽ താഴോട്ട് ചാടുക. അത്രയും മാത്രമല്ല, ഒന്നൊരു വാക്യം കൂടെ പറഞ്ഞു, നിന്നെ കുറിച്ച് അവൻ തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും. ഇത് വാക്യമല്ലേ? ആണല്ലോ, പുസ്തകത്തിലുള്ള വാക്യമല്ലേ? നിന്നെക്കുറിച്ച് അവൻ തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. ഉടനെ കർത്താവ് എന്നാ പറഞ്ഞേ? ഇതും കൂടെ എഴുതിയിരിക്കുന്നു. ഏതും കൂടാ? നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്നും. അപ്പം ഞാനിത് പറയാൻ വന്നത് എന്തിനെന്നറിയാമോ? പിശാചിൻ്റെ പണിയാണ് വാക്യങ്ങളെ കോണ്ടെക്സ്റ്റിൽ നിന്നെടുത്തിട്ട് പ്രയോഗിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലവും നമുക്ക് നൽകാതിരിക്കുമോ എന്ന് പറഞ്ഞാൽ, ആ സകലവും എന്ന് പറഞ്ഞാൽ മുകളിൽ പ്രോമിസ് ചെയ്ത സകലവും. മനസ്സിലാകുന്നുണ്ടോ? എന്തൊക്കെ പ്രോമിസ് ചെയ്തോ ആ പ്രോമിസ് ചെയ്ത് എന്ന് പറഞ്ഞാൽ, സ്വന്തം പുത്രനെ തന്നെങ്കിൽ ബാക്കിയുടെ തരും, പേടിക്കണ്ട. ഈ ജീവിതത്തിൽ നേരിടുന്ന ഇതൊന്നും നിന്നെ തകർക്കുകയില്ല, പേടിക്കണ്ട, നിന്നെ അങ്ങോട്ട് എന്നെത്തിക്കും. മനസ്സിലാകുന്നുണ്ടോ? ഇതാ കർത്താവ് പറയുന്ന വാഗ്ദത്തം. സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നെങ്കിൽ സകലവും നൽകാതിരിക്കും. ദാറ്റ് ഈസ് ദ പ്രോമിസ്. ഇത് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു റീസണിങ് ആണ് നമ്മൾ പഴയ നിയമത്തിൽ അബ്രഹാമിനോടുള്ള ബന്ധത്തിൽ വായിക്കുന്നത്. 22-ാമത്തെ അധ്യായം ഉൽപ്പത്തി പുസ്തകം, അതിൻ്റെ 16-ാം വാക്യം ഒന്ന് വായിച്ചോളൂ. പെട്ടെന്ന്. യഹോവയുടെ ദൂതൻ രണ്ടാമതും ആകാശത്ത് നിന്ന് അബ്രഹാമിനോട് വിളിച്ച് അരുളി ചെയ്തത്, നീ ഈ കാര്യം ചെയ്തു, നിന്റെ ഏകജാതനായ മകനെ തരുവാൻ മടിക്കായിക കൊണ്ട്. ഏകജാതനായ മകനെ തരുവാൻ എന്ന് പറഞ്ഞാൽ കൊണ്ട് അബ്രഹാം. നമ്മൾ അവിടെ, ഞാൻ എപ്പോഴും അവിടെ നമ്മൾ പലപ്പോഴും ഈ പ്രസംഗങ്ങളെല്ലാം കേൾക്കുന്നത് എന്നറിയോ? അത് മകനെ കൊണ്ട്, ഓക്കെ ശരിയാ, പക്ഷെ ഇതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കുന്നുണ്ടോ? ഈ മകനിലാണ് സകലവും ഡിപ്പെൻഡ് ചെയ്യുന്നത്. സകല അനുഗ്രഹങ്ങളും ഡിപ്പെൻഡ് ചെയ്യുന്നത് ഈ മകനില്ല. പക്ഷെങ്കിൽ ആ മകനെ കൊടുക്കാനായിട്ട് അബ്രഹാം തുനിഞ്ഞപ്പോൾ അതിൻ്റെ അർത്ഥം, ദൈവത്തിൻ്റെ പ്രോമിസ്ഡ് സണ്ണിനേക്കാളും വലുത് അബ്രഹാമിന് ഇപ്പോഴാരാ വലുത്? ദൈവം. മനസ്സിലാകുന്നുണ്ടോ? പ്രോമിസ്ഡ് സണ്ണിനേക്കാളും അബ്രഹാമിന് വലുത് ദൈവം. അതാണ് അവിടുത്തെ റീസണിങ്. അവനെ നീ തരാൻ മടിക്കായക കൊണ്ട് നീ ദൈവത്തെ ഇപ്പം എന്ത് ചെയ്യുക? ഭയപ്പെടുന്നു. ഭയപ്പെടുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പേടിയല്ല കേട്ടോ. ഭയമെന്ന് പറഞ്ഞാൽ, ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഭയപ്പെടുക, ഭക്തി, ഗോഡ്ലിനെസ് എന്ന് പറഞ്ഞാൽ ദൈവത്തോടുള്ള സ്നേഹവും ദൈവത്തോടുള്ള വാഞ്ചയും ദൈവത്തോടുള്ള ബഹുമാനവും ചേർന്നതാണ് ദൈവഭയം. അല്ലാതെ കേവലം പേടിയല്ല, ടെററല്ല. ഭയപ്പെടുക എന്ന് പറഞ്ഞാൽ ദൈവത്തെ സ്നേഹിക്കുക, സ്നേഹം അതിനകത്തെ ഇൻഗ്രീഡിയൻറ്റ്. അപ്പോൾ ഏറ്റവും വലിയ കാര്യം ദൈവം ചെയ്തെങ്കിൽ മാത്രമല്ല, സ്വന്തം പുത്രൻ അവിടുന്ന് തന്നെ നമുക്കായി ഏൽപ്പിച്ചു തന്നെങ്കിൽ. അപ്പോൾ അങ്ങനെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആ വലിയ കാര്യം ദൈവം ചെയ്തെങ്കിൽ ബാക്കി ചെറിയ കാര്യം ദൈവം ചെയ്യാൻ ദൈവ വിശ്വസ്തനല്ലയോ? എന്തിനാ പേടിക്കുന്നത്? എന്തിനാ ചഞ്ചലപ്പെടുന്നത്? എന്തിനാ ഭാരപ്പെടുന്നത്? ഇതാണ് ദൈവവചനം ചോദിക്കുന്നത്. മൂന്നാമത്തെ ചോദ്യം നിങ്ങൾ ശ്രദ്ധിച്ചേ. 33-ാമത്തെ വാക്യം.
ദൈവം തിരഞ്ഞെടുത്തവരെ ആർ കുറ്റം ചുമത്തും? ആ നീതീകരിക്കുന്നവൻ ദൈവം. നോക്കുക, ദൈവം തെരഞ്ഞെടുത്തവരെ ആർ കുറ്റം ചുമത്തും. അപ്പോൾ എന്തുകൊണ്ടാണ് ദൈവം തെരഞ്ഞെടുത്തവരെ ആർക്കും കുറ്റം ചുമത്താനായിട്ട് കഴിയും? ഹൂ ഷാൽ ബ്രിങ് എനി ചാർജ് എഗൻസ്റ്റ് ഗോഡ്സ് എലക്ട്? നമുക്കറിയാം, കുറ്റം ചുമത്തുന്ന, കുറ്റം പറയുന്ന പലതുണ്ട്. ഒന്ന്, യോഹന്നാൻ്റെ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ഹൃദയം നമ്മെ കുറ്റി വിധിക്കുന്നുവെങ്കിൽ ദൈവം നമ്മുടെ ഹൃദയത്തെക്കാൾ, വായിച്ചിട്ടുണ്ടോ ആ വാക്യം? അല്പം കൺഫ്യൂസിങ്ങാണ് ചിലപ്പം വായിക്കുമ്പോൾ. ഹൃദയം നമ്മെ കുറ്റം വിധിക്കുന്നില്ലെങ്കിൽ നമുക്ക് ദൈവത്തോട് പ്രാഗൽഭ്യമുണ്ട്. എന്നാൽ ഇനി ഹൃദയം കുറ്റം വിധിക്കുകയെന്നിരിക്കട്ടെ, ഇല്ലേ? അങ്ങനെ തന്നെ താഴോട്ട് എഴുതിയേക്കുന്നത്. ഇഫ് അവർ ഹാർട്ട് കണ്ടംസ് us, then ഓക്കെ, അതൊരു ജനറൽ ടേംസിൽ പറയാം. ഹൃദയം നമ്മളെ കുറ്റം വിധിക്കുന്നില്ല, പ്രാഗൽഭ്യമുണ്ട്. ഇനി വല്ല വിധേനയും നമുക്കൊരു ബോധ്യം ഉണ്ടാകുക, ഹൃദയം കുറ്റം വിധിക്കുക. ആ സന്ദർഭത്തിൽ ദൈവത്തിങ്കിൽ നിന്ന് പിന്മാറിപ്പോകണ്ട. ഇനിയും ദൈവത്തിന് എന്നെ ഇനിയും പോയി അല്ല. യോഹന്നാൻ അപ്പോസ്തലൻ എന്നാ പറയുന്നത്? ഡോണ്ട് വറി, ദൈവം നമ്മുടെ ഹൃദയത്തെക്കാൾ, വായിച്ചിട്ടില്ലേ നിങ്ങൾ ആ വാക്യം? എടുത്തെങ്കിൽ ഒന്ന് വായിച്ചോ പെട്ടെന്ന്. 1 യോഹന്നാൻ അതിൻ്റെ പ്രിയമുള്ളവരെ, ഹൃദയം നമ്മെ കുറ്റം അത് തന്നെ. വിധിക്കുന്നുവെങ്കിൽ ദൈവം നമ്മുടെ ഹൃദയത്തെക്കാൾ വലിയവനും, ഹൃദയം നമ്മളെ കുറ്റം വിധിക്കുന്നുവെങ്കിൽ ദൈവം നമ്മുടെ ഹൃദയത്തെക്കാൾ വലിയവനും എല്ലാം അറിയുന്നവനും. നോക്കിയേ, എന്തൊരു കംഫർട്ടല്ലേ ദൈവം നമ്മുടെ. അപ്പം there are at times our heart may condemn us, ഇല്ലേ? ഇത് ദൈവം, ഈ മനസാക്ഷി അത് അങ്ങ് തഴമ്പിക്കാത്തവരുടെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. തഴമ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതൊന്നും ഒരു വലിയ വിഷയമല്ല. ആ തഴമ്പിക്കാതെ ഇപ്പോഴും ആ ശുദ്ധ മനസാക്ഷി കീപ്പ് ചെയ്യുന്നവരുണ്ടല്ലോ, ഈ തഴമ്പ് വരാത്ത ആൾക്കാരുടെ കാര്യമാണ് ഞാനീ പറയുന്നത്. ഓക്കെ, അപ്പോൾ അവർക്കെന്തോ ഉണ്ടാകും, ഹൃദയം നമ്മളെ ചിലപ്പം കുറ്റം വിധിക്കും. അപ്പോൾ അന്നേരവും ഒരു ദൈവവൈതലിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ആശ്വാസം എന്താ? ദൈവം അറിയുന്നവനാ. മാത്രമല്ല, ദൈവം എൻ്റെ ഹൃദയത്തെക്കാളും വലിയവനാ. എന്തോ ഒരു സന്തോഷം അല്ലേ ഇത് ദൈവമക്കളുടെ. ഞാനിതാ പറഞ്ഞ ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞാൽ ഇത് ഞാൻ എന്നാ ഈ പറഞ്ഞു വരുന്നേ, എങ്ങനെയും ജീവിക്കുന്നവർ സ്വർഗത്തിൽ പോകുന്ന അല്ല, എങ്ങനെയും ജീവിക്കുന്നവർ ദൈവമക്കളല്ലോ. ദൈവമക്കളുടെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്, ദൈവമക്കളുടെ കാര്യം. ഇഫ് യു ഹാവ് ബീൻ ജസ്റ്റിഫൈഡ്, യു വിൽ ബി സാങ്ക്ടിഫൈഡ്. നീതീകരിക്കപ്പെട്ടിട്ട് സാങ്ക്ടിഫിക്കേഷൻ സംഭവിക്കുന്നില്ലെങ്കിൽ ദൈവപൈതൽ അല്ല. അതാ ഞാൻ പറയുന്നത്. ഒരിക്കൽ ഞാനിവിടെ പറഞ്ഞല്ലോ, നമുക്കിവിടെ ബാപ്റ്റിസ്ട്രി ഉണ്ട്. ഒരിക്കൽ സ്നാനപ്പെട്ട് ഇവിടുത്തെ മെമ്പേഴ്സ് ലിസ്റ്റിൽ പേരുണ്ട്. അത് കിടക്കട്ടെ, പോട്ടെ, മനുഷ്യരെന്തേലും പറയട്ടെ, നമുക്ക് രണ്ടാമത് തുടങ്ങാമെന്നേ. സ്നാനപ്പെടുത്താൻ ഞാനുണ്ടെന്നേ, ഞാൻ സ്നാനപ്പെടുത്താം. എന്നെ എന്തോ വല്ലതും പറഞ്ഞോട്ടെ, രണ്ടാമത് സ്നാനപ്പെടുത്തി, ഒരു വിഷയമില്ല. പക്ഷെ ശരിക്കും മാനസാന്തരപ്പെടണം. ഇതിപ്പോൾ നിങ്ങളോട് മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല, പൊതുസഭയോട് പറയണം. കാരണം ഗോഡ് നോസ് ഹൂ ബിലോങ്സ് ടു ഹിം. ഞാനിങ്ങനെയൊക്കെ പറയുന്നത് ക്ഷമിക്കണം. ഇത് സത്യത്തിൽ ഞാനിത് പറയുന്നത് എന്തിനാണെന്നറിയാമോ? നമ്മൾ ഇത്രയും നാൾ ഈ ദൈവമക്കളാന്ന് പറഞ്ഞ് ഓടിയിട്ട് ഒരു സുപ്രഭാതത്തിൽ നമ്മളല്ല എന്ന് ആ മത്തായി സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ ഒടുവിലുള്ളവരെ പോലെ ഞാൻ നിങ്ങളെ ഒരു നാളും അറിഞ്ഞിട്ടില്ല.
ഐ നെവർ ന്യൂ യു. അയ്യോ, അവരോർത്തിരുന്നത് എന്താണെന്നറിയാമോ? അവരതിനകത്തായിരുന്നു. പക്ഷെ കർത്താവ് പറയാ, ഐ നെവർ ന്യൂ യു. അയ്യോ, അതുപോലെ മിസറബിളായിട്ടൊരു ലൈഫില്ല. അതുകൊണ്ടാണ് നമ്മൾ വി നീഡ് ടു മേക്ക് ഷുവർ. ഓക്കെ, ഹൃദയം നമ്മളെ കുറ്റം വിധിക്കും. ഇനിയും ചില ഇതിനേക്കാളൊക്കെ നമ്പർ 1 നമ്മളെ കുറ്റം വിധിക്കുന്ന ഒരാളുണ്ട്. അതാരാന്നറിയാം? പിശാച്. വെളിപ്പാട് 12:10. അതിൻ്റെ രണ്ടാമത്തെ പാട്ടങ്ങ് വായിച്ചേ. നമ്മുടെ സഹോദരന്മാരെ രാപ്പകൽ നോക്കുക. എവിടാ കുറ്റം ചുമത്തുന്നതെന്നറിയാമോ? ദൈവസന്നിധിയിൽ കുറ്റം ചുമത്തുന്ന അപവാദി. അവൻ പറയുന്ന പല കാര്യങ്ങളും തെറ്റായിട്ടല്ല ദൈവം കണക്കിടാത്തത്. ദൈവത്തോട് എന്ന് പറയുന്ന പല കാര്യങ്ങളും ശരിയാ. കാരണം അവൻ തന്നെ ഇത് എടുത്തുപയോഗിക്കുന്നുണ്ട്. ഞാൻ മുമ്പേ പറഞ്ഞ ജഡവും നമ്മുടെ ഇൻഡ്വെല്ലിങ് സിന്നിനെയും അവൻ തന്നെ എടുത്തുപയോഗിക്കും. നമുക്കെതിരെ ഉപയോഗിച്ചേച്ച് അവൻ തന്നെ ചെന്ന് പറഞ്ഞു കൊടുക്കും, നോക്ക്, ഇവനിങ്ങനെയാണ് പെരുമാറിയത്, ഇവനിങ്ങനെയാണ് ഇവൻ്റെ ഭാര്യയോട് പെരുമാറിയ, അല്ലെ ഭർത്താവിനോട് പെരുമാറിയ, അല്ലെ അവൻ്റെ മക്കളോട്, അല്ലെങ്കിൽ അവൻ്റെ ഓഫീസിൽ അവൻ അങ്ങനെ ആയിരുന്നു, അല്ലെ ആ മറ്റിടത്ത്. കണ്ടില്ലേ? പക്ഷേ ഇത് ഇൻസ്റ്റിഗേറ്റ് ചെയ്തത് ഇവൻ തന്നെയാണ്. അത് നമ്മൾ ഇടം കൊടുത്തതുകൊണ്ടാണ് അവനത് ചെയ്തത്. അതുകൊണ്ടാണ് പോൾ പറയുന്നത്, പിശാചിനെന്ത് ചെയ്യല്ലേ, ഇടം കൊടുക്കരുത്. നമ്മൾ കൊടുത്തു, അവൻ വന്ന് ശരിയായിട്ട് അങ്ങ് ഉപയോഗിച്ചു, ശരിക്കങ്ങ് ഉപയോഗിച്ചു. കാരണം അവനറിയാം നമ്മളെ എവിടെ പിടിക്കണമെന്ന്, എവിടെയാണ് നമ്മളെ പിടിക്കേണ്ടതെന്നുള്ളത് അവനറിയാം. അവൻ വന്ന് ചൊവ്വ ഉപയോഗിച്ചേച്ച് ഇതെല്ലാം ചെയ്യിപ്പിച്ചേച്ച് ഇപ്പോൾ അവിടെ ചെന്ന് എന്തോ ചെയ്യുക, പരാതിയും പറയുക. നോക്കിയേ, പക്ഷേ ഒരു ദൈവവൈതലിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ പരാതി പറഞ്ഞാലും, ഇഫ് യു ആർ എ ചൈൽഡ് ഓഫ് ഗോഡ് ഹു ഈസ് ബീയിങ് സാങ്ക്ടിഫൈഡ്, ശുദ്ധീകരണം പ്രാപിക്കുന്ന ഒരു ദൈവവൈതലാണെങ്കിൽ, ഇവിടെ നമ്മൾ വായിക്കുന്നത് എന്താ? ദൈവം തിരഞ്ഞെടുത്തവരെ ആർ കുറ്റം ചുമത്തും, നീതീകരിക്കുന്നവൻ ദൈവം. അതിൻ്റെ കാരണം എന്നാ? അതിൻ്റെ കാരണം അടുത്ത ചോദ്യ, ശിക്ഷ വിധിക്കുന്നവൻ ആർ? ക്രിസ്തുവേശു മരിച്ചവൻ. അപ്പോൾ ക്രിസ്തുവേശു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റു. അതുകൊണ്ടാണ് റോമർ 4:24-25 കൂടെ വായിച്ചേ. 4:24 and 25. നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മരണത്തിനേൽപ്പിച്ചും നമ്മുടെ നീതീകരണത്തിനായി നമ്മുടെ നീതീകരണത്തിനായിട്ട് ഉയർപ്പിച്ചു. അപ്പൊ ഇവിടെ പോൾ പറയുക, ദൈവം തിരഞ്ഞെടുത്തവരെ ആർ കുറ്റം ചുമത്തും? നീതീകരിക്കുന്നവൻ ദൈവമാ, ശിക്ഷ വിധിക്കുന്നവനാർ? അടുത്ത ചോദ്യ. എന്നിട്ട് പറയാ, ക്രിസ്തുവേശു മരിച്ചവൻ. അപ്പം കുറ്റം ചുമത്താൻ പറ്റാത്തതിൻ്റെ കാര്യം എന്നാണെന്നറിയാമോ? ക്രിസ്തു മരിച്ചു, ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു, ക്രിസ്തു ഇപ്പം നമുക്ക് വേണ്ടി എന്തോ ചെയ്തുകൊണ്ടിരിക്കുക? പിതാവ്, അവൻ ദൈവത്തിൻ്റെ വലത്തു ഭാഗത്തിരിക്കുകയും നമുക്ക് വേണ്ടി പക്ഷപാതം കഴിക്കുകയും ചെയ്യും. സത്യത്തിൽ പോൾ ഇത് എടുത്തെഴുതുന്നത്, ഇതിൻ്റെ ആ ബേസിസ് എവിടെയാണെന്നറിയാമോ? യെശയ്യാവിൻ്റെ പ്രവചനം 50-ാം അധ്യായം 8-9 വാക്യങ്ങളാണ്. നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചാൽ മതി, അല്ലെങ്കിൽ ആ നോട്ട് ചെറുതായിട്ടൊന്ന് നോട്ട് ചെയ്താൽ മതി. അവിടെ പറഞ്ഞേക്കുന്ന ഒരു കാര്യം അവസാനം, ഹൂ ഈസ് ഹി ഹൂ വിൽ കണ്ടം മീ?
അങ്ങനെയാ പറയുന്നത്. ലെറ്റ് us face each other. Who is my accuser? Let him confront me. It is the sovereign Lord who helps me. അല്ലേ? ഓക്കെ, അടുത്ത ചോദ്യം. Who is that condemns? Christ Jesus, who died, more than that, who was raised to life, is at the right hand of God and is also interceding for us. അപ്പോൾ എന്തുകൊണ്ട് പിശാചിൻ്റെ കണ്ടംനേഷൻ, പിശാചിൻ്റെ അപവാദങ്ങൾ ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം ദൈവസന്നിധാനത്തിൽ അത് നിലനിൽക്കാത്തതിൻ്റെ കാരണം എന്നാണെന്നറിയാമോ? ക്രിസ്തുവേശു പിതാവിൻ്റെ വലതുഭാഗത്ത് നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്നത് കൊണ്ടാണ്. ഓക്കെ, ഹീസ് ഇൻ്റർസീഡിങ് ഫോർ us. അവസാനത്തെ ചോദ്യം. ഹൂ ഷാൽ സെപ്പറേറ്റ് us ഫ്രം ദ ലവ് ഓഫ് ക്രൈസ്റ്റ്? ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മളെ വേർപിരിക്കുന്നതാർ? എന്നിട്ട് പോള് ഓരോ കാര്യം പറയാം. ഒന്ന്, കഷ്ടതയോ സങ്കടമോ ഉപദ്രവമോ, പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ. അപ്പം ഇതെല്ലാം ദൈവമക്കളുടെ ജീവിതത്തിൽ സംഭവിക്കാം. ഗോഡ് ഡസൻറ്റ് പ്രോമിസ് us എ ട്രബിൾ ഫ്രീ ലൈഫ്. അത് വളരെ ക്ലിയറാണ്. ട്രബിൾ ഫ്രീ ലൈഫ് ദൈവമക്കൾക്ക് പ്രോമിസ് ചെയ്തിട്ടില്ല. കാരണം അങ്ങനെയെങ്കിൽ ഇതെഴുതേണ്ട കാര്യമില്ല. സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ എല്ലാം എനിക്ക് തരുമെന്നുള്ളത് ഞാൻ എന്നോ ആഗ്രഹിച്ചാലും അത് തരുമെന്നാണ് അർത്ഥമെങ്കിൽ പിന്നെ ഈ വാക്യം എഴുതേണ്ടി വല്ല കാര്യവുമുണ്ടോ? അതാ ഞാൻ പറഞ്ഞത്, കോണ്ടെക്സ്റ്റ് എപ്പോഴും നമ്മൾ നോക്കണം. പിന്നെ ഈ താഴോട്ട് എഴുതേണ്ടി വല്ല കാര്യമുണ്ടോ? കാരണം എനിക്കിഷ്ടമല്ല, കഷ്ടതയും ഇഷ്ടമല്ല, സങ്കടവും ഇഷ്ടമല്ല, പട്ടിണിയും ഇഷ്ടമല്ല. ഇതൊന്നും എനിക്കിഷ്ടമുള്ള കാര്യമല്ല, ആർക്കും ഇഷ്ടമുള്ള കാര്യമല്ല. പക്ഷെങ്കിൽ ഇറ്റ് മേ ഹാപ്പൻ. കഷ്ടതയോ സങ്കടമോ ഉപദ്രവമോ, പട്ടിണിയോ നഗ്നതയോ. ഇനി ഈ പട്ടിണിയും നഗ്നതയും എന്നുള്ളത് ആക്ച്വലി കർത്താവ് പ്രോമിസ് ചെയ്തൊരു കാര്യമാണ്. മുന്നമേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, അതോടുകൂടെ ഇതൊക്കെയും എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തെ നിലനിർത്താൻ ആവശ്യമായതൊക്കെ തരാമെന്ന് പ്രോമിസ് ചെയ്തതാണ്. പക്ഷെങ്കിൽ ഇവിടെ പറയാ പട്ടിണിയോ നഗ്നതയോ. അവിടെ ആ പ്രത്യേക പാസേജിൽ നമ്മൾ കണ്ടല്ലോ, ശരീരം വസ്ത്രത്തേക്കാൾ വലുതാണ്. എന്ത് തിന്നുമെന്നും എന്ത് കുടിക്കുമെന്നും എന്തുടുക്കുമെന്നും അല്ലേ? അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഞാൻ സൺഡേ പറയാം. ഓക്കെ, അതിനെക്കുറിച്ച് നമ്മൾ എന്ത് ചെയ്യണ്ട, വറി ചെയ്യണ്ട എന്ന് പറഞ്ഞെടുത്ത് പോള് പറയുക പട്ടിണിയോ നഗ്നതയോ, പിന്നെ പറയുക ആപത്തോ വാളോ. വേഴ്സ് 36 ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കട്ടെ. നിന്റെ നിമിത്തം ഞങ്ങളെ ഇടപെടാതെ കൊല്ലുന്നു, അറുപ്പാനുള്ള ആടുകളെ പോലെ ഞങ്ങളെ എണ്ണുന്നു. ഇത് ഏത് സങ്കീർത്തനമാണെന്നറിയാം? 44-ാം സങ്കീർത്തനം 22-ാം വാക്യമോ? പെട്ടെന്ന് അങ്ങോട്ടൊന്ന് വന്നേ, വളരെ പെട്ടെന്ന്. 42, Psalm number, I know my time is finishing but I will close. 44 verse 22. നിന്റെ നിമിത്തം ഞങ്ങളെ ദിവസം പ്രതി കൊല്ലുന്നു, അറുപ്പാനുള്ള ആടുകളെ പോലെ ഞങ്ങളെ എണ്ണുന്നു. നോക്കുക, ഇത് ഈ സങ്കീർത്തനം എഴുതിയ ഭക്തൻ അതാരുമാട്ടെ, കോരഹ് പുത്രന്മാരെന്നാണ് പറഞ്ഞേക്കുന്നത്. പക്ഷേ വൺ ഓഫ് ദ സൺസ് ഓഫ് കോര ആരുമാട്ടെ, നമ്മൾ ആ സങ്കീർത്തനം വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇവർ വലിയ പാപമൊന്നും ചെയ്തിട്ടല്ല. ഇൻഫാക്റ്റ് ഈ സങ്കീർത്തനം എഴുതിയ ആൾ മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലാൻ 42-ാം സങ്കീർത്തനത്തിൽ മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലാൻ കാംക്ഷിക്കുന്നത് പോലെ അങ്ങനെയുള്ള ആളായിരുന്നു. അങ്ങനെയുള്ള ആൾ എഴുതിയ സങ്കീർത്തനമാണ് 42, 43, 44 ഒക്കെ അതേ ആൾക്കാർ എഴുതിയതാണ്. ഓക്കെ, എന്നിട്ട് നമ്മൾ ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ ആ സങ്കീർത്തനം നമ്മൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഞങ്ങൾ ഇങ്ങനെ ഒക്കെ ഇതെല്ലാം ഞങ്ങൾക്ക് ഭവിച്ചത് 20-ാം വാക്യം വായിച്ച് 19-ാം വാക്യം 19. ഞങ്ങൾ
ഞങ്ങളുടെ ഹൃദയം പിന്തിരിയുകയോ ഞങ്ങളുടെ കാലടികൾ നിന്റെ വഴി നോക്കണം, മാറുകയോ ചെയ്തു. ഇതെല്ലാം ചെയ്തത് ഞങ്ങളാരും അന്യദൈവങ്ങളെ സേവിക്കാൻ പോയത് കൊണ്ടല്ല. മനസ്സിലാകുന്നുണ്ടോ? ഈ എഴുതിയ ആള് അന്യദൈവത്തെ സേവിക്കാൻ പോയത് കൊണ്ടല്ലത്. കാരണം അദ്ദേഹം എന്നാ പറയുന്നേ, ഞങ്ങളുടെ ദൈവത്തിൻ്റെ നാമത്തെ ഞങ്ങൾ മറക്കുകയോ ഞങ്ങളുടെ കൈകളെ അന്യദൈവത്തിങ്കിലേക്ക് മലർത്തുകയോ ചെയ്തിട്ടില്ല. അതുകൊണ്ടാ പറയുന്നത്, ഉറപ്പോടെ പറയുന്നേ. ദൈവം അത് ശോധന ചെയ്യാതിരിക്കുമോ? അവന്റെ ഹൃദയത്തിലെ രഹസ്യങ്ങളെ അറിയുന്നു. അയ്യോ, എന്നോ ടെസ്റ്റിമണി അല്ലേ, ദൈവ സന്നിധാനത്തിൽ പറയുക. പക്ഷെ എന്നോ പറ്റി, അങ്ങനെ ഭക്തനായിട്ട് ജീവിച്ച ആളിന് ഇപ്പൊ എവിടാ? നിന്റെ നിമിത്തം ഞങ്ങളെ ദിവസം പ്രതി കൊല്ലുന്നു. God doesn't promise a trouble-free life for a child of God while we are on the pilgrimage. ഇവിടെ ഈ പരദേശ പ്രയാണത്തിൽ ഇപ്പോൾ ആയിരിക്കുമ്പോൾ ട്രബിൾ ഫ്രീ ലൈഫ് ദൈവം, ചിലർ പറയും പഴയ നിയമത്തിൽ അത് ഭയങ്കര ബ്ലെസ്സിങ് ആയിരുന്നു. പഴയ നിയമത്തിലും അത് തന്നെയായിരുന്നു. ഏത് സന്ദർഭത്തിലും. അതുകൊണ്ടല്ലേ സ്തെഫാനോസ് ചോദിക്കുന്നേ, നിങ്ങളോട് യഹോവയുടെ നാമത്തിൽ സംസാരിച്ച ഏത് പ്രവാചകന്മാരെയാ നിങ്ങൾ ഉപദ്രവിക്കാതിരുന്നിട്ടുള്ളതെന്നാ ചോദിച്ചേ. വായിച്ചിട്ടില്ലേ? ഏത് പ്രവാചകന്മാരെയാ നിങ്ങൾ ഉപദ്രവിക്കാതിരുന്നേ? യഹോവയുടെ നാമത്തിൽ പ്രവചിച്ച സകല പ്രവാചകന്മാരെ അവർ ഉപദ്രവിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ എനി പ്രോഫറ്റ് who prophesied in the name of the Lord was not immune to persecution any time. ഒരു സമയത്തും അങ്ങനെ സംഭവിച്ചിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഇവിടെ പറയുക, നിന്റെ നിമിത്തം ഞങ്ങളെ ഇടവിടാതെ കൊല്ലുന്നു അർപ്പാൻ എന്നെഴുതിയിരിക്കുന്നുവല്ലോ. എന്നാൽ നാമോ നമ്മളെ സ്നേഹിച്ചവൻ മുഖാന്തരം. ഇതാ അപ്പോൾ എന്താ ഓർക്കുന്നതെന്നറിയാമോ? ക്രോസ്. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഈ റുമേനിയ എന്ന് പറഞ്ഞ ഒരു രാജ്യത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? പഴയ USSRന്റെ ഒരു പാർട്ടായിരുന്നത് റുമേനിയ. ടോർച്ചേർഡ് ഫോർ ക്രൈസ്റ്റ് എന്നുള്ള ബുക്ക് വായിച്ചിട്ടുണ്ടോ ആരെങ്കിലും? ഓക്കെ, ചിലരെങ്കിലും ഉണ്ട്. അവിടെയുള്ള ഒരു സംഭവം, ഒരിക്കൽ കമ്മ്യൂണിസ്റ്റ് റഷ്യയിൽ ഭയങ്കര പീഡനം. ഒരുപാട് പുസ്തകങ്ങളുണ്ട്. വന്യ എന്നും പറഞ്ഞൊരു ബുക്കുണ്ട്. അതൊക്കെ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ നമ്മളോർക്കും അത് റിയലി സംഭവിച്ചതാണോ എന്ന് പോലും ചിന്തിക്കും. അത്ര ക്രൂരമായിരുന്നു അന്നത്തെ കാര്യങ്ങൾ. ഓക്കെ, കമ്മ്യൂണിസ്റ്റ് റഷ്യയിൽ സംഭവിച്ചത്. റിച്ചാർഡ് വുംബ്രാൻഡ് കേട്ടിട്ടുണ്ടല്ലോ, അദ്ദേഹം മരിച്ചുപോയി. ഓക്കെ, ഒരു കോൺസെൻട്രേഷൻ ക്യാമ്പിൽ സഹിക്കാൻ വയ്യാതെ ഒരു ദൈവഭൃത്യൻ കഷ്ടത സഹിക്കുക. അതനുസരിച്ച് ലൈഫ് അങ്ങ് തീർന്നാൽ മതി. കാരണം അത്ര പീഡനം. ഇത് 100-150 കൊല്ലത്തെ കാര്യമല്ല പറയുന്നത്. 50 വർഷത്തിനുള്ളിലെ കാര്യമാണ് ഞാനീ പറയുന്നത്. 50 വർഷത്തിനുള്ളിലെ കാര്യമാണ് പറയുന്നത്. സഹിക്കാൻ വയ്യാതായപ്പം അതനുസരിച്ച് എങ്ങനെയും അങ്ങ് മരിച്ചാൽ മതി. അപ്പം സൂയിസൈഡ് ചെയ്യുന്നത് ഒരിക്കലും ചിന്തിക്കാൻ പറ്റുകയില്ല. പിന്നെ അദ്ദേഹം ചിന്തിച്ചു, ഒരു കാര്യം ചെയ്യാം. എന്നും പണിക്ക് കൊണ്ടുപോകുമ്പം ഈ കോൺസെൻട്രേഷൻ ക്യാമ്പിലാണ്, ജോലിക്ക് രാവിലെ കൊണ്ടുപോകും. കഠിന വേലയാണ്, കഴിക്കാൻ കൊടുക്കുന്നത് വളരെ ചുരുക്കം ഭക്ഷണമാണ്. ഞാൻ ഒരു കാര്യം ചെയ്യാൻ പോകാം. ഇന്ന് എന്നെ കൊണ്ടുപോകുമ്പം ആ പടയാളിയുടെ മുന്നിൽ നിന്ന് ഞാൻ ഓടാൻ തീരുമാനിച്ചു. കാരണം ഓടിയാൽ നിശ്ചയമായിട്ടും വെടിവെച്ചിടും. കാരണം എന്തിനും ഏതിനും വെടിവെക്കുക എന്നുള്ളതാണ്. അല്ലാതെ തോക്കാണ് സംസാരിക്കുന്നത്, അല്ലാതെ അവിടെ ഒരു കാര്യവുമില്ല. അവർക്ക് അതിനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം. അദ്ദേഹം മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് പോയി. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അത് സൂയിസൈഡ് ആകത്തില്ല. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ റീസണിങ്. ആത്മഹത്യ ആകുകയല്ലോ അദ്ദേഹത്തിൻ്റെ റീസണിങ്. ആ കഷ്ടതയുടെ നടുവിൽ അദ്ദേഹം അത് ചിന്തിച്ച്, നമുക്കൊന്നും അത് കുറ്റം പറയാനൊന്നും പറ്റുകയില്ലത്. അന്ന് രാവിലെ അവരെ ആ വെയിലത്ത്
ഇങ്ങനെ കൊണ്ടുപോയപ്പം ഒരു മനുഷ്യൻ, വളരെ വയോധികനാകുന്നൊരു മനുഷ്യൻ, അദ്ദേഹം ഒരു ചെറിയ, പെട്ടെന്ന് ഇവരെ ഇങ്ങനെ കൊണ്ടുപോകുമ്പം ഒരു ചുള്ളിക്കമ്പ് എടുത്തിട്ട് ആ പൊടി നിറഞ്ഞ ഭൂമിയിൽ ഒരു ക്രോസ് ഇങ്ങനെ വരച്ചു. ഇതേ ചെയ്തുള്ളൂ, ക്രോസ്, അത്ര മാത്രമേ ചെയ്തുള്ളൂ. ആ മനുഷ്യൻ, ഇദ്ദേഹം പിന്നീട് റിലീസായി. പിന്നീട് അനേക വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ ചരിത്രം അദ്ദേഹം പറഞ്ഞു, ഞാൻ ആ മനുഷ്യനെ അതിനു മുൻപും ആ ക്യാമ്പിൽ കണ്ടിട്ടില്ല, പിന്നെയും കണ്ടിട്ടില്ല. വയോധികനാകുന്ന ഒരു മനുഷ്യൻ. ഞാൻ ചിന്തിക്കുന്നത് കർത്താവ് തൻ്റെ ദൂതനെ അയച്ചതാണെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അദ്ദേഹവും അത് തന്നെയാണ് ചിന്തിക്കുന്നത്. ദൈവം തൻ്റെ ദൂതനെ അയച്ചതാണ്. ക്രോസ് കണ്ടു കഴിഞ്ഞപ്പോൾ മനസ്സിലായി, ഒന്നുമില്ല. ഇതേ കാര്യം അപ്പോൾ ഇവിടെ പറയുന്നത്. എന്നാന്ന് പറയുന്നതെന്നറിയാം? നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും, ഏതിലൊക്കെയുമാ മോളി പറഞ്ഞ കാര്യങ്ങളിൽ, കഷ്ടതയോ ഉപദ്രവമോ സങ്കടമോ പട്ടിണിയോ നഗ്നതയോ, എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയൊക്കെ ആ ദൈവമക്കൾ ജീവിച്ചെന്ന് മനസ്സിലാകുമ്പോഴാ നമ്മുടെ ഈ കൊച്ച് ഈ ഈ ഈ ഈ ഈ ഞാനെന്നെ പറയട്ടെ, അഹങ്കാരം നിറഞ്ഞ മനോഭാവത്തിൽ സഹിക്കാനോ ക്ഷമിക്കാനോ വിട്ടുകളയാനോ ഒന്നും നമുക്ക് കഴിയുന്നില്ലെങ്കിൽ, അങ്ങനെയുള്ള വിശുദ്ധന്മാരെ ചേർക്കുന്ന ആ സമ്മേളനത്തിൽ ഇതും കൊണ്ട് എന്നെ നിങ്ങളെയും കൊണ്ട് അങ്ങോട്ട് കൊണ്ടുപോകുമെന്നാണോ നമ്മൾ കരുതുന്നത്? ചിന്തിച്ചു നോക്കിക്കേ. രക്തസാക്ഷികളുടെ ഒരു സമൂഹം, കാരണം വലിയ സമൂഹത്തെ കണ്ടുകൊണ്ട് യോഹന്നാൻ ചോദിക്കുന്ന ഇതാ. യോഹന്നാനോട് ചോദിക്കുക, വെളിപ്പാട് 7-ാമത്തെ അധ്യായത്തിൽ, അയ്യോ മഹാപുരുഷാരം, ജാതികളിൽ നിന്നും ഭാഷകളിൽ നിന്നും വംശങ്ങളിൽ നിന്നും വന്നവരെ കണ്ടപ്പോൾ ദൂതൻ ആ മൂപ്പന്മാരിൽ ഒരുത്തൻ ചോദിച്ചു, ആരാ ഇവര്? യജമാനൻ അറിയുമല്ലോ. മറുപടി ഉടനെ പറഞ്ഞു, ഇവർ മഹാകഷ്ടത്തിൽ നിന്ന് വന്നവരാ. ഓക്കെ, അത് ശ്രദ്ധിക്കുക. പക്ഷേ ഇവർ മഹാകഷ്ടത്തിൽ നിന്ന് വന്നതിൻ്റെ കാര്യം എന്നാണെന്നറിയാമോ? അതിൻ്റെ കാര്യം കുഞ്ഞാടിൻ്റെ രക്തം. ഇവർ കഷ്ടത്തിൽ നിന്ന് വന്നവർ കുഞ്ഞാടിൻ്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കി. അപ്പോൾ അൾട്ടിമേറ്റ്ലി അവിടെ ചെന്നതിൻ്റെ കാരണം എന്താ? കഷ്ടത അനുഭവിച്ചതും അല്ല, കാരണം ക്രോസാണ്. അത് തന്നെയാണ് പോൾ ഇവിടെ പറയുന്നത്. നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം. ഇപ്പം ഒരു ചെറിയ കാര്യത്തിന് വിട്ടുകൊടുക്കാൻ പറ്റാത്ത ഒരാളാണോ തോക്കെടുത്ത് ചൂണ്ടുമ്പം കർത്താവിനെ, അന്നേരം നമ്മൾ കർത്താവിനെ തള്ളിപ്പറയുകയല്ലെന്നാ ചിന്ത? നമ്മളോട് തന്നെ ചോദിച്ചു. കഴുത്ത് മുറിക്കാൻ നിൽക്കുക. ഓക്കെ, നമ്മളോട് തന്നെ ചോദിക്കണം. അപ്പോൾ പറയുന്നത് എന്താ? നാമോ തിങ്ക് അബൌട്ട് ദ ക്രോസ്. പ്രിയപ്പെട്ടവരെ, അത് ക്രോസ് നമ്മുടെ ജീവിതത്തിൽ ചെയ്യേണ്ട പ്രവൃത്തി ചെയ്യാമെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു. അതേ എനിക്ക് പറയാം. എന്നിട്ട് പറയാം, മരണത്തിനോ ജീവനോ, മരണത്തിൻ്റെ പെയിൻ, അത് നമ്മളെ കർത്താവിൻ്റെ സ്നേഹത്തിൽ നിന്ന് വേർപെടുത്തി. ജീവനോ എന്ന് പറഞ്ഞാൽ എന്താ? ജീവിതത്തിലെ ട്രബിൾസ്, അതും പിന്നെ ദൂതന്മാരോ വാഴ്ചകൾക്കോ. ഈ ദൂതന്മാരെന്ന് പറഞ്ഞാൽ നല്ല ദൂതന്മാരല്ല, പിന്നെ നിശ്ചയമായിട്ടും ഈവിൾ ദൂതന്മാരാ, ഡീമൺസാ. കാരണം നല്ല ദൂതന്മാരായാലും ദൈവമക്കളെ വഴിതെറ്റിക്കുകയില്ല. അപ്പോൾ അങ്ങനെയെങ്കിൽ വാഴ്ചകളോ എന്ന് പറയുമ്പോൾ ഡീമൺസ്, ഈവിൾ ഏഞ്ചൽസ് അവർക്കോ, പിന്നെ ഇപ്പോഴുള്ളതിനോ, പിന്നെ ഉയരത്തിനോ ആഴത്തിനോ, പിന്നെ പറയാനില്ല. എന്നിട്ട് മറ്റ് യാതൊരു സൃഷ്ടിക്കോ
കർത്താവായ യേശുക്രിസ്തുവിലുള്ള ദൈവസ്നേഹത്തിൽ നമ്മളെ വേർപിരിപ്പാൻ കഴിയുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. 8-ാം അധ്യായം തുടങ്ങുന്നത് ഇറ്റ് ബിഗിൻസ് വിത്ത് നോ കണ്ടംനേഷൻ ആൻഡ് എൻഡ്സ് വിത്ത് നോ സെപ്പറേഷൻ. ആരെക്കുറിച്ചാണെന്നറിയാമോ? ക്രിസ്തുവേശുവിലുള്ളവർ. ക്രിസ്തുവേശുള്ളവരുടെ ആറ്റിറ്റ്യൂഡ് എന്താണെന്നറിയാമോ? അവിടെ നമ്മൾ വായിക്കുന്നുണ്ട്, 8:5 അതോടെ ഒന്ന് വായിച്ചു, നമ്മൾ തീർക്കുക. ഏതായാലും ജഡസ്വഭാവമുള്ളവർ ജഡത്തിനുള്ളതും ആത്മസ്വഭാവമുള്ളവർ ആത്മാവിനുള്ളതും ചിന്തിക്കുന്നു. ഓക്കെ, നമ്മുടെ ആറ്റിറ്റ്യൂഡ് മാറി. കാരണം ക്രിസ്തുവേശുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. ആ ശിക്ഷാവിധിയില്ലാത്ത ഗ്രൂപ്പ് എങ്ങനെയുള്ളവരാ? ജഡസ്വഭാവമുള്ളവൻ ജഡത്തിനുള്ളതും ആത്മസ്വഭാവമുള്ളവൻ ആത്മാവിനുള്ളതും ചിന്തിക്കുന്നു. അപ്പം ആത്മാവിനുള്ളത് ചിന്തിക്കുന്നവൻ്റെ കാര്യമാണ് ഞാനീ പറഞ്ഞേ. അങ്ങനെയുള്ളവരെ എന്ത് ചെയ്യാൻ പറ്റുകയില്ല? ക്രിസ്തുവേശുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് വേർപിടിപ്പാൻ കഴിയുകയില്ല. നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. കേട്ടതാകുന്ന വചനം നമുക്ക് അനുഗ്രഹമായി വരേണ്ടതിന് നമ്മെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. സഹോദരന്മാരിലൊരാൾക്ക് ദയവായി പ്രാർത്ഥിക്കാം.